അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് യൂറോപ്യൻ ഭൂഖണ്ഡം ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10, 12, 15 വർഷത്തോളമായി യൂറോപ്പിനെ ഗ്രസിച്ചുകൊണ്ടിരുന്ന ആ അഭയാർത്ഥി പ്രവാഹം, ഇല്ലീഗൽ മൈഗ്രേഷൻ, അതിലൂടെ യൂറോപ്പിൽ ഉടനീളം യൂറോപ്പിൻ്റെ സമസ്ത മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു അധിനിവേശം, അതിനെ പല യൂറോപ്യൻ രാജ്യങ്ങളും തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് തിരിച്ചറിയാൻ യൂറോപ്പ് എടുത്ത ആ ഒരു കാലതാമസം, ആ കാലതാമസത്തിന് യൂറോപ്പിന് വലിയൊരു വില തന്നെയാണ് നൽകേണ്ടി വന്നത്. എങ്ങനെയാണ് വളരെ തന്ത്രപരമായിട്ട് ഈ മൈഗ്രേഷൻ്റെ രൂപത്തിൽ, ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ രൂപത്തിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ രൂപത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം യൂറോപ്പിൽ അധിനിവേശം സ്ഥാപിക്കാൻ ശ്രമിച്ചത്, അത് എങ്ങനെ അവർക്ക് സാധിച്ചു? അതിൻ്റെ പിന്നണിയിലേക്ക് നാം പോയി കഴിയുമ്പോൾ പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ ആത്മീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് വ്യക്തമായി വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ചില തനി ആവർത്തനങ്ങൾ ഇങ്ങ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഇമിഗ്രേഷൻ, പ്രത്യേകിച്ച് യൂറോപ്പിനെ അതിഭീകരമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ. നമ്മളത് ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. ഫ്രാൻസ്, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ ഇമിഗ്രേഷനെതിരെ ഈ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല പല രാജ്യങ്ങളും ശക്തമായിട്ടുള്ളൊരു നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റലി, ഒപ്പം തന്നെ പോളണ്ട്, അതുപോലത്തെ ഉള്ള രാജ്യങ്ങൾ, ഗ്രീസൊക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് ഗ്രീസായിരുന്നു ഇവരുടെ ആദ്യത്തെ ഒരു എൻട്രി പോയിന്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടേക്കുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വരവിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളൊക്കെ അവർ ആരംഭിക്കുന്നു. പക്ഷേ 12 വർഷത്തോളം എടുത്തു, 12 അല്ലെങ്കിൽ ഏകദേശം 15 വർഷത്തോളം എടുത്തു ഈ ഒരു നിലപാടിലേക്ക്. അത് എത്രത്തോളം പ്രാവർത്തികമാകാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ഇല്ലീഗൽ ആൻറ്റി ഇമിഗ്രേഷൻ, ആ ഒരു സെൻറ്റിമെൻറ്റിലേക്ക് യൂറോപ്പ് വളരാൻ ഇത്രത്തോളം ഒരു സമയമെടുത്തു. ആ ഒരു സമയം അത് എടുത്തതിൽ യൂറോപ്പിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു വില എത്രത്തോളം ഉണ്ട്? ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എത്രത്തോളം തന്ത്രപരമായിട്ടാണ് തങ്ങളുടെ അജണ്ട ഈ ഇമിഗ്രൻസിൻ്റെ രൂപത്തിൽ, ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ രൂപത്തിൽ യൂറോപ്പിലേക്ക് കടത്തിവിട്ടത്? എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായ അജണ്ട അത് ഒരു സെൻട്രൽ ബ്രെയിനിൽ നിന്ന് പോയ പോലെയാണ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുക. കാരണം പല രാജ്യങ്ങളിലും അതെങ്ങനെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് അതൊരു സെൻട്രലായിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് അത് കൃത്യമായിട്ട് അത് പ്രചരിപ്പിക്കുന്ന ആ അജണ്ട പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഇപ്പോൾ സ്പെയിൻ എടുക്കുക. സ്പെയിനിൽ തന്നെ ഇവർ കൃത്യമായിട്ട് സ്പെയിൻ ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം സംഭാവനയല്ല. ഇതാണ് യൂറോപ്പിൽ മുഴുവൻ അവർ ഉപയോഗിച്ച ഒരു രീതി. ഇതാണ് ഇൻ്റലക്ച്വലായിട്ട് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച്. ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം സംഭാവനയല്ല സ്പെയിൻ, ഇസ്ലാമിൻ്റെ ഒരുപാട് സംഭാവനകളുണ്ട് സ്പെയിൻ അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ സംസ്കാരത്തിൽ ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ സംഭാവനകളെ അവർ പെരുപ്പിച്ച് കാട്ടി ക്രിസ്ത്യാനിറ്റിയോളമോ അതുമല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് അപ്പുറത്തേക്ക് അവർ അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്ന ഒരു രീതി. ഇപ്പോൾ സ്പെയിൻ, നമുക്കറിയാം, സ്പെയിൻ ഒരു കാലത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ വെച്ചുകൊണ്ട് അതിനെയും ഈ കാലഘട്ടത്തെ ലിങ്ക് ചെയ്തുകൊണ്ട് സ്പെയിനിലെ ഇസ്ലാമിന് സെഞ്ചുറികളുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. അപ്പോൾ സ്പെയിൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം ഭാഗമല്ല, അത് ഇസ്ലാമിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഇവർ പ്രചാരണം നടത്തിയ ഒരു രീതിയുണ്ട്, ഇവർ നടത്തിയ ഒരു രീതി. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇവർ ഇസ്ലാമിനെ ലിങ്ക് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾ നടത്തി. പാരീസിലെയൊക്കെ കൂടെ 180ഓളം ആളുകളെ കൊന്നുകളഞ്ഞ പാരീസ് തീവ്രവാദി ആക്രമണമൊക്കെ നമുക്ക് ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അവർ രണ്ടാമതായിട്ട് അവർ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ആളുകളെ കൊണ്ട് ഇസ്ലാമിനെ എതിരെ പറയിപ്പിക്കാതിരിക്കുക. യൂറോപ്പിൻ്റെ അന്ന് യൂറോപ്പ് വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ആർക്കും ഒരു ക്വാറൽ, ഒരു ബഹളത്തിലേക്ക് ഒന്നും പോകാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത കാലഘട്ടമാണ്. അവിടെ ചെന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് എതിർത്ത് പറയരുത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി തീവ്രവാദി ആക്രമണം നടത്തി ജനങ്ങളിൽ ഭീതി പടർത്തി. അങ്ങനെ അവർ ജനങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് എതിർത്ത് പറയാത്ത രീതിയിലാക്കി. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവർ അവരുടെ ഒപ്പമുള്ള ആളുകളെ, അവരുടെ ബന്ധുക്കളെല്ലാം നമ്മൾ പണ്ട് പലപ്പോഴും ചർച്ച ചെയ്ത് കൊണ്ടുപോയി അതിനെയെല്ലാം കൃത്യമായി പോക്കറ്റുകളിൽ വിന്യസിച്ച് അവർ രാഷ്ട്രീയത്തെ പിടിച്ചടക്കി. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു. അതുവഴി അവർ ആ സിസ്റ്റത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു. ഇങ്ങനെ ഭൗതികമായിട്ടും എല്ലാ അർത്ഥത്തിലും. പിന്നെ നമ്മളിപ്പോൾ ഗ്രൂമിങ് ഗ്യാങ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച
ചെയ്യുമ്പോൾ ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലൂടെ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച സാധനം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല യൂറോപ്പ്, മറിച്ച് ഇസ്ലാമിൻ്റെയും കൂടി സംഭാവനയുണ്ട്. എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ചില കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് അങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടും നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം സംഭാവനയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ആൾക്കും ഒരു പ്രസ്ഥാനത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു മതത്തിനോ പോലും അതിൻ്റെ ഉള്ളിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരടിസ്ഥാനവുമില്ല. അതാണ് ചരിത്രം. ഒരടിസ്ഥാനവുമില്ല അതിൻ്റെ ഉള്ളിൽ. ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം സംഭാവനയാണ് എന്ന് വെച്ചാൽ അവർ തന്നെ അവരുടെ ചരിത്രത്തിൽ അവരെ വിളിക്കുന്നത് ബാർബേറിയൻസ് എന്നാണ്. ആ ബാർബേറിയൻസ് ആയിട്ടുള്ള ജനതയെ ഇതുപോലുള്ള ഒരു പരിഷ്കാരികളാക്കി മാറ്റിയത് ക്രിസ്ത്യാനിറ്റി മാത്രമാണ് എന്നുള്ളത് ചരിത്രമാണ്. അതിൻ്റെ ഉള്ളിൽ ആർക്കും ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അവിടെയാണ് തന്ത്രപരമായി എന്ന് വെച്ചാൽ വാര്യം കുന്നനെ സ്വാതന്ത്ര്യ സമര പോരാളിയാക്കി ഉയർത്തിക്കാട്ടി അതേ തന്ത്രം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൃത്യമായ പോയിന്റിൽ നിന്ന് ആണ് ഈ ഒരു ഭൗതികമായിട്ടുള്ള ഈ ഒരു പ്രചാരണം ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും. അത് എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇതിൻ്റെ തന്നെ മറ്റൊരു പകർപ്പാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനെയാണ് യൂറോപ്പിനെ വശീകരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വന്നപ്പോഴത്തേനും അവിടെയുള്ള ആളുകൾ നമുക്കറിയാം ഇപ്പോൾ ഈ മെയിൻ സ്ട്രീമിലേക്ക് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിന് മുൻപ് ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു 10-20 വർഷം മുന്നേ തൊട്ട് തന്നെ ഈ കുടിയേറി വന്ന ആളുകൾ കൃത്യമായിട്ട് ഇപ്പം വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു കത്തോലിക്ക ബിഷപ്പിനെ വരെ ഈ കുടിയേറി വന്നൊരു ബാലൻ തടഞ്ഞു നിർത്തി വെച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് ഒരു കാലത്ത് പുറത്താക്കും, ഇവിടെ ഞങ്ങൾ ഇസ്ലാമാക്കും എന്ന് പറയുന്നൊരു സാഹചര്യം കുടിയേറി വന്ന ഒരു ബാലൻ. അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം കുടിയേറി വന്ന പിള്ളേർ. അങ്ങനെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ഇത് വ്യാപകമായി അവിടെ നിന്നാണ് ഇത് പൊന്തി വന്നത്. പൊന്തി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യൂറോപ്പ് മൊത്തം ഇത് പൊന്തി വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാഴ്സലോണയിൽ ഒരു മോസ്ക് കത്തിച്ചു എന്നുള്ള അതിന് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അടുത്ത ദിവസം തുറക്കേണ്ടി എന്ന് വെച്ചാൽ ഇനാഗ്രേഷൻ ചെയ്യേണ്ടിയിരുന്ന ഒരു മോസ്ക് തീ വെച്ച് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ ഇപ്പോൾ സ്പെയിൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടനിൽ നമുക്കറിയാം വലിയ ലഹളയായിരുന്നു നടന്നത്. ഗവൺമെൻറ്റിനെ പോലും മറിച്ചിടാൻ തക്കത്തിലുള്ള ലഹളയായിരുന്നു നടന്നിരുന്നത്. അതുപോലെ തന്നെ ഗീറ്റ് വൈൽഡേഴ്സ് ഇപ്പോൾ ഏറ്റവും ഫാർ റൈറ്റ് ആയിട്ടുള്ള നേതാവ്, അദ്ദേഹം നെതർലാൻഡ്സിലെ നേതാവ്, അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തീവ്രവാദം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പറ്റിയല്ല, തീവ്രവാദം കളിക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണിച്ചോണം, ഇവിടെ ഈ പരിപാടി പറ്റിയല്ല എന്ന് അങ്ങനെ നേതാക്കന്മാർ പച്ചയ്ക്ക് പറയും. എന്ന് വെച്ചാൽ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിനെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് വളരെ തിരിച്ചടിയായിട്ട് ഈ ഫാർ റൈറ്റ് ആളുകൾ കടന്നു വരുന്നു. അവർ കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കുന്നു, മര്യാദയ്ക്ക് നിന്നോണം ഇല്ലെങ്കിൽ ഇറക്കി വിടുന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് ഇവർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ യൂറോപ്പ് ഇന്ന് ഇപ്പം ബ്രിട്ടൻ്റെ കാര്യം തന്നെ എടുക്കുക, ഫാർ റൈറ്റ് ടോമി റോബിൻസൺ അടക്കമുള്ള ആളുകൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ വരുന്ന പറയുന്നത് അതുപോലെ പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ഈ ഫാർ റൈറ്റ് യൂറോപ്പിൽ മൊത്തം പോയേക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും നിലപാട് മാറ്റാതെ തരമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് റാഡിക്കൽ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ മൊത്തം യൂറോപ്പ് മനസ്സിലാക്കിയിരിക്കുന്നു, യൂറോപ്പിലെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. അവർ മറ്റൊരു സ്റ്റാൻഡിലേക്ക് അവർ മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണെങ്കിലും ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് യൂറോപ്പിൽ വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ സൂചനകളാണ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും വളരെ വലിയൊരു കുടിയിറക്കത്തിനുള്ള സാധ്യതകളിലേക്ക് യൂറോപ്പ് പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല അത് ലോകം ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ. എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം കടക്കുന്ന ആ സമയത്തിന് മുന്നേ ഉള്ള ഏകദേശം അതുപോലെയുള്ള ഒരു സമാനമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ യൂറോപ്പ് കടക്കുന്നു. യൂറോപ്പ് 2030 റഷ്യയും ചൈനയുമായിട്ടൊക്കെയുള്ള ഒരു യുദ്ധത്തെ മുന്നിൽ കാണുന്നു. അവരതിനനുസരിച്ച് അവരുടെ ഒരു എക്കോണമിയുടെ ഒരു അലോക്കേഷൻ എല്ലാം ആ രീതിയിലേക്ക് മാറ്റുന്നു. എന്ന് വെച്ചാൽ പണം യുദ്ധത്തിന് വേണ്ടി കൂടുതലായിട്ട് ആയുധം വാങ്ങുന്നില്ല. അമേരിക്ക കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ആയുധം അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് പണം കൊടുത്ത് വാങ്ങുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ബജറ്റ് തന്നെ ഇപ്പോൾ 1.2 ട്രില്യൻ്റെ എങ്ങാണ്ട് ബജറ്റാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ സിംഹഭാഗവും ആയുധം വാങ്ങാനും സൈന്യത്തെ വിന്യസിക്കാനും എല്ലാം ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും യൂറോപ്പ് അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് മാറുന്നു. ഒരു വലിയ ആ സ്റ്റാൻഡിലേക്ക് മാറുമ്പോൾ തന്നെ യൂറോപ്പിന് അത്യാവശ്യമാണ് ഒരു യുദ്ധത്തിലേക്ക് യൂറോപ്പോ ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ യൂറോപ്പിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും രാജ്യങ്ങൾക്കുള്ളിൽ ഒരു ക്രൈസിസിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അതിനുവേണ്ടി നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റാഡിക്കൽ ഇസ്ലാമിനെ അടക്കമുള്ള എല്ലാ ആളുകളെയും ഒന്നെങ്കിൽ കുടിയിറക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജിയിലൂടെ ഇവരെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും യൂറോപ്പ് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. റോബിൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ളൊരു പോയിന്റാണ്. ചരിത്രത്തിലെ തന്നെ വളരെ അതിനിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലാണ് ഇപ്പോൾ യൂറോപ്പ് വന്ന് നിൽക്കുന്നത്. എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആശയമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതായത്
അധിനിവേശ ശക്തികൾക്ക് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഒരു കിട്ടാക്കനിയായിരുന്നു യൂറോപ്പ്, ഒപ്പം തന്നെ യൂറോപ്പിലെ പല ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളും. എന്നാൽ എന്തുകൊണ്ട് ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഉൾപ്പെടെയുള്ള അധിനിവേശ ശക്തികളുടെ ഒരു വിളനിലമായിട്ട്, അവരുടെ ഒരു വിഹാര കേന്ദ്രമായിട്ട് യൂറോപ്പ് മാറി എന്ന ചോദ്യത്തിന് നമുക്ക് പല ആംഗിളിലൂടെ അതിന് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കും. ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആംഗിളിലൂടെ, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആംഗിളിലൂടെ, സാമൂഹ്യമായിട്ടുള്ള ആംഗിളിലൂടെ. ഞാനതിൻ്റെ ഒരു സ്പിരിച്വൽ ഒപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ തലമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇത് ഓൾ ഓഫ് എ സഡൻ സംഭവിച്ച ഒരു കാര്യമല്ല. ഈ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഈ അഭയാർത്ഥികളുടെ രൂപത്തിലുള്ള ഈ ഒരു അധിനിവേശം, അതിന് വർഷങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ്, നമ്മൾ ഒരു ആത്മീയ തലത്തിലൂടെ ചിന്തിച്ചു, വർഷങ്ങൾ നീണ്ടൊരു തയ്യാറെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറി ഓഫ് സെയിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു. നിരവധി അനവധി വിശുദ്ധരെയൊക്കെ യൂറോപ്യൻ ഭൂഖണ്ഡം സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം, അതിനുശേഷം വന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, പിന്നീട് വരുന്ന വികസനങ്ങൾ, ഒരു കംഫർട്ട് സോണിലേക്ക് യൂറോപ്യൻ ജനത പയ്യെ പയ്യെ അങ്ങ് നീങ്ങുന്നു. അതിനുശേഷം നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് അനലൈസ്, നമുക്ക് വിശദമായിട്ട് പറയാനുള്ളൊരു സമയപരിമിതിയുണ്ട്, കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ആ കംഫോർട്ട് സോൺ യൂറോപ്യൻ ജനതയെ പലരെയും ഒരു മതനിരാസത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ കുറേ കൂടി ഒരു ലിബറൽ ഐഡിയ, സെക്യുലർ ഐഡിയ, കാരണം ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ഇനി ഒന്നിൻ്റെയും കുറവില്ല. നമുക്കറിയാം, യൂറോപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ സമാധാനത്തിന് പേര് കേട്ട രാജ്യമാണ്. ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ യൂറോപ്പിൻ്റെ തെരുവിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇത്രത്തോളം സുന്ദരമായ ദേശം മറ്റൊന്നുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ദേശം. പലരൊക്കെ പറയാറുണ്ട്, പലരും അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ വീടൊന്നും പൂട്ടാറില്ല, കാരണം അത്രത്തോളം സേഫാണ്. അങ്ങനെ പലരും അതിശയോക്തി കലർന്ന രീതിയിൽ പലരും പങ്കുവയ്ക്കുക. എന്നാൽ ഇന്ന് യൂറോപ്പിൻ്റെ സാഹചര്യം മാറി. അത് എന്തുകൊണ്ട് മാറി? നേരത്തെ പറഞ്ഞതുപോലെ ലിബറൽ ആശയങ്ങൾ, സെക്യുലർ ആശയങ്ങൾ യൂറോപ്പിൻ്റെ മണ്ണിൽ അത് വേര് പിടിക്കുന്നു. അതിനുശേഷം ആ മണ്ണിൽ നിന്നും കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് ഐഡിയോളജിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് അവിടെ എമർജ് ചെയ്യുന്നു. നമുക്കറിയാം, അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം നമുക്കറിയാം, ലെഫ്റ്റ്, ഒപ്പം തന്നെ നിരീശ്വരവാദ ചിന്തകൾ, ലിബറൽ ചിന്തകൾ, ഭൗതികവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തകൾ. ആ ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിൽ ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ചില വിപ്ലവങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ തൽഫലമായിട്ട് അവിടെ നിന്നും ഒരു ഇമിഗ്രേഷൻ്റെ ഒരു ഇമിഗ്രൻസിൻ്റെ വലിയ രീതിയിലുള്ള പമ്പിങ് യൂറോപ്പിലേക്ക് വരുന്നു. നമുക്കറിയാം, അതിനുശേഷം അവർ പയറ്റിയ 2 തന്ത്രമുണ്ട്. ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സംഗതി, വളരെ ഇമോഷണലായിട്ട് ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടി യൂറോപ്പിനെ കയ്യിലെടുക്കുവാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അത് സാധിച്ചു. മാത്രമല്ല, ഇസ്ലാമോഫോബിയ എന്ന മറ്റൊരു ചേരുവ കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജനത, അവർ അവിടെ നിന്നും പയ്യെ ഭൗതികതയിലേക്ക് പോകുന്നു, ഒരു ലിബറൽ ഐഡിയയിലേക്ക് പോകുന്നു. അതിൻ്റെ മണ്ണിൽ ലെഫ്റ്റ് ഐഡിയോളജിയുള്ള പാർട്ടികൾ വളരുന്നു. അവർ ഭരണത്തിലിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഇമിഗ്രൻസിൻ്റെ ഒരു പമ്പിങ്, മുല്ലപ്പൂ വിപ്ലവത്തിന് പിന്നിലുള്ള അജണ്ടയൊക്കെ നമുക്കറിയാം. ആ ഇമിഗ്രൻസിനെ ഈ ലെഫ്റ്റ് ഐഡിയോളജിയുള്ള പാർട്ടികൾ അല്ലെങ്കിൽ അത്തരം ചിന്താഗതിക്കാർ വെൽക്കം ചെയ്യുന്നു. ഒപ്പം തന്നെ യൂറോപ്പിൻ്റെ ഒരു ഇമോഷണൽ വൈകാരികതയെ ആ ഒരു വിഷയം ചൂഷണം ചെയ്തുകൊണ്ട് ആ വിഷയത്തെ മുതലെടുത്തുകൊണ്ട് അവിടേക്ക് ഇമിഗ്രൻസിനെ അയക്കുന്നു. അതിലൂടെ ഒരു അധിനിവേശം അവർ സാധ്യമാക്കും. തീർച്ചയായിട്ടും നമ്മളത് നോക്കുമ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. അതിനേക്കാളും നമുക്ക് കൃത്യമായിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് കുറ്റം പറയേണ്ടത് യൂറോപ്യൻ ജനതയുടെ ഈ ആത്മീയമായിട്ടുള്ള ഒരു നിസ്സംഗത, ആത്മീയമായിട്ടുള്ള ഒരു ജാഗ്രത കുറവ് ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ പിന്നീട് നമുക്കറിയാം, പൊളിറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് പാർട്ടീസ് അവർ കൃത്യമായിട്ട് ഈ വിഷയത്തെ ഉപയോഗിച്ചിട്ടുണ്ട് യൂറോപ്പിൻ്റെ ഒരു തകർച്ചയിലേക്ക്. അത്തരത്തിലുള്ള അവരുടെ പല നിലപാടുകളൊക്കെ, ആഞ്ചല മാർക്കലിനെ പോലുള്ളവരുടെയൊക്കെ നിലപാടുകൾ ഈ വിഷയത്തിൽ അതിനിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അരുണിലേക്ക് വരുമ്പോൾ, അരുൺ, നമുക്കറിയാം ഇവിടെ നടക്കുന്ന ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് മലയാളികൾ കുടിയേറുന്നുണ്ട്. ആ ഗൾഫ് നാടുകളിൽ പോയിട്ട് മലയാളം അല്ലെങ്കിൽ മലയാള തനിമ അടിച്ചേൽപ്പിക്കാൻ അവരാരും നോക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസം അടിച്ചേൽപ്പിക്കാൻ നോക്കത്തില്ല. ആ സൊസൈറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ആയിക്കൊണ്ട്, ആ സംസ്കാരവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ആയിക്കൊണ്ട് അവർ അവിടെ ജീവിക്കുന്നു, അവർ അവിടെ തൊഴിലെടുക്കുന്നു, ഒരു ശല്യവും ആ നാടിനുണ്ടാക്കുന്നില്ല. പക്ഷേ യൂറോപ്പിൽ അതല്ല സംഭവിക്കുന്നത്. ഇവർ ഇങ്ങനെ വരുന്നു, ഇവരുടെ കുടുംബത്തെ കൂടെ കൂട്ടുന്നു, പിന്നീട് ഇവരുടെ മതപരമായിട്ടുള്ള അജണ്ടകൾ, ഇപ്പോൾ പറയുന്നത് പോലെ തങ്ങൾക്ക് ഹലാൽ ഫുഡ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഹലാൽ സ്ലോട്ടറിംഗ് ഹൗസസ്, അതിനു വേണ്ടിയിട്ട് ഇവരുടെ നാട്ടിൽ നിന്നും കശാപ്പുകാരെ ഇറക്കുമതി ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ബിസിനസ് സംവിധാനങ്ങൾ, അതായത് ഒരു സംസ്കാരത്തിൽ ചെന്നുകൊണ്ട് തങ്ങളുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നു. അത് എല്ലാ തരത്തിലും, മതപരമായിട്ട്, ബിസിനസ് പരമായിട്ട്, ആത്മീയമായിട്ട്, സാമൂഹ്യമായിട്ട്. അത് വലിയൊരു അജണ്ട തന്നെയല്ല. അതായത് ഈ ഏറ്റവും ആത്യന്തികമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഇവരുടെ ശരീരത്തെ നിയമം യൂറോപ്പിൽ നടപ്പാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയല്ലേ. ജോർജ് സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിന് നഷ്ടപ്പെട്ടത് അവരുടെ ക്രൈസ്തവ വിശ്വാസമാണ്. അവർക്ക് ക്രിസ്തുവിനെയാണ് ശരിക്കും ആദ്യം നഷ്ടപ്പെട്ടത്.
ഇപ്പോൾ അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അവർ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ക്രൈസ്തവ വിശ്വാസം എന്നതിനേക്കാളുപരി അവരുടെ പഴയ ഒരു പ്രതാപകാലത്തേക്ക്, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സ്വസ്ഥതയുണ്ടായിരുന്ന ഒരു യൂറോപ്പ് ഉണ്ടായിരുന്നു. ജോർജ് സൂചിപ്പിക്കുന്ന പോലെ കള്ളവും ചതിയും ഒന്നും ഇല്ലാത്തൊരു സുന്ദരമായൊരു യൂറോപ്പ് ഉണ്ടായിരുന്നു. ആ യൂറോപ്പിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ. അപ്പോൾ അവർക്ക് അതിൻ്റെ എന്താണ് തങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത്, ആരാണ് തങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയതെന്ന് അവർ ഇന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർ കണ്ടെത്തി. സൊല്യൂഷനാണ് ഇനി ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അവർക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത്. പക്ഷേ അവരുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ ആയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ജ്ഞാനത്തിൽ ഈ ചതിയന്മാർ അല്ലെങ്കിൽ ഈ വഞ്ചന അത് ഏത് രൂപത്തിൽ വന്നിരുന്നെങ്കിലും അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞേനെ. പക്ഷേ അവർക്ക് ആ 2012 മുതൽ 14 മുതലുള്ള ആ കാലഘട്ടത്തിൽ അവർക്കത് ഒരു വിധത്തിലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു ഇവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമുക്ക് നാട്ടിലിരുന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലായിരുന്നു. പക്ഷേ യൂറോപ്യൻസിന് അവർക്കത് മനസ്സിലായില്ല. കാരണം അവരിൽ ജ്ഞാനം അന്ന് നഷ്ടപ്പെട്ടു പോയി. അവർക്കന്ന് വിവേകം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ അതിനെ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സൊല്യൂഷൻ ഇപ്പോൾ ഫാർ റൈറ്റ് മൂവ്മെൻറ്റുകളാണ്. ഇപ്പോൾ UK അടക്കം റീഫോം പാർട്ടിയൊക്കെ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടികളെ കൊണ്ട് തങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും മാറ്റങ്ങൾ വരികയാണ്. ഫാർ റൈറ്റുകൾ അവിടെ അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ഫാർ റൈറ്റുകൾ ക്രൈസ്തവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച ഫാർ റൈറ്റുകളുണ്ട്. ഇറ്റലിയിലായിക്കോട്ടെ, ഹംഗറിയിലായിക്കോട്ടെ, അവരൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഫാർ റൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ അപകടത്തിനെ ആ തുടക്കത്തിൽ തന്നെ, ഇറ്റലിക്ക് അത് വൈകിപ്പോയി, പക്ഷേ ഹംഗറിക്കൊക്കെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരൊറ്റ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പോലും അവർ അകത്തേക്ക് കയറാതെ അവർ ശ്രദ്ധിച്ചു. അന്ന് ലോകം മുഴുവൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജോർജ് സൂചിപ്പിച്ചു നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള മുസ്ലിംസാണ്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾ പോയിട്ടുണ്ട്, ഹിന്ദുക്കൾ പോയിട്ടുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇവർ പോയതാണ്. പക്ഷേ ഇവരാരും അവിടുത്തെ അറബികളുടെ സ്വഭാവത്തെ മാറ്റാനോ അറബി നാട്ടിലെ മലയാളം കൾച്ചർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കൾച്ചർ കൊണ്ടുവരാനോ ഇവരാരും ശ്രമിച്ചിട്ടില്ല. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ പോയിട്ടുള്ള ധാരാളം ക്രിസ്ത്യൻ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിൽ നിന്നെല്ലാം ധാരാളം പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിൽ പലരും കുടുംബമായിട്ടാണ് പോയത്. പക്ഷേ അവരെല്ലാവരും അവിടുത്തെ സംസ്കാരത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അവർ അവരുടെ തനിമ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ സംസ്കാരത്തിനെ തിരുത്താനോ അല്ലെങ്കിൽ അവരെ കേരളത്തിൻ്റെ സംസ്കാരം അടിച്ചേൽപ്പിക്കാനോ അവരാരും ശ്രമിച്ചില്ല. പക്ഷേ ഈ കുടിയേറ്റക്കാരെന്താ ചെയ്യുന്നത്? അവരവിടെ ശരീഅത്ത് നിയമം, ജോർജ് അവസാനം പറഞ്ഞ വാചകമാണ്, ഈ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 5%, 10% ഉള്ളിടത്ത് അവർ ശരീഅത്ത് നിയമം രാജ്യത്ത് നടപ്പാക്കാൻ പറഞ്ഞ് ഭയങ്കര കലാപങ്ങളാണ് അവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർ ശരീഅത്ത് നിയമത്തിന് വേണ്ടി വാശി പിടിക്കുന്നത്? അവിടെയാണ് ഈ വിഷയം വരുന്നത്. എന്താണ് ശരീഅത്ത് നിയമം? ഒരു രാജ്യത്തിൻ്റെ നിയമത്തിന് അപ്പുറമായിട്ടുള്ള മറ്റൊരു നിയമം, തങ്ങൾക്ക് ആ നിയമം മതി, രാജ്യത്തിൻ്റെ നിയമം വേണ്ട. ഇവർ കടന്നുകൂടി ചെന്ന രാജ്യത്ത് ചെന്ന് പറയാണ് ഞങ്ങൾക്ക് ശരീഅത്ത് നിയമമേ വേണ്ടൂ. ശരീഅത്ത് നിയമം അള്ളാഹുവിൽ നിന്ന് അവർക്ക് നേരിട്ട് ലഭിച്ച നിയമം, അതുമാത്രമേ അവർ ജീവിക്കൂ, അതുമാത്രമേ അവരുടെ സമൂഹത്തിൽ നടപ്പാക്കൂ. ഇതാണ് അവർ വാശി പിടിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് UK അടക്കം 85ഓളം ശരിയ കോടതികൾ, ശരിയ കൗൺസിലുകളെല്ലാം UK വന്നിരിക്കുന്നത്. അപ്പോൾ അവരായിരിക്കുന്ന സമൂഹത്തിൽ അവർ ഓൾറെഡി അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്നാണ്. എന്നാൽ രാജ്യത്തിൻ്റെ നിയമം വളരെ മോശമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം UK നിയമങ്ങളെല്ലാം വളരെ മോശം, ഇംഗ്ലീഷുകാരുടെ നിയമങ്ങളൊക്കെ വളരെ മോശം, ഇവരുടെ നിയമം മാത്രമാണ് ശരി. ഇത് തന്നെയാണ് ഇവരെവിടെ ചെന്നാലും ആത്യന്തികമായിട്ട് നിറവേറാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് അവർ ഇറാഖും സിറിയയൊക്കെ പിടിച്ചടക്കി വന്നപ്പോൾ അവരാദ്യം അവിടെ നടപ്പാക്കിയത് ശരീഅത്ത് നിയമമാണ്. ഈ ശരീഅത്ത് നിയമം നടപ്പാക്കി അവരതിൻ്റെ വിഷ്വലുകളെല്ലാം അവർ ഷെയർ ചെയ്തിരുന്നു, സോഷ്യൽ മീഡിയയിലെല്ലാം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും സാധാരണ മുസ്ലിമുകളെ, ഞാൻ മറ്റു മതസ്ഥരെ കുറിച്ചുള്ളത് പിന്നെ പറയാം, സാധാരണ മുസ്ലിമുകളെ വ്യഭിചാര കുറ്റം ചുമത്തി കഴിഞ്ഞാൽ നേരെ വധശിക്ഷ. സ്വർഗാനുരാഗിയാണെങ്കിൽ അതേ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന്, വലിയ ഉയരത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവരെ നടു റോഡിലേക്ക് തള്ളിയിടുന്നു. ഇത് മുഴുവൻ കാണാൻ ഒരു കൂട്ടം ജനങ്ങൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിരത്തുകളിൽ, പോസ്റ്റുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കണം. അതായത് കൊന്നാൽ മാത്രം പോരാ, അത് പൊതുജനം മുഴുവൻ കാണണം എന്നാണ് നിയമം. അപ്പോൾ അതനുസരിച്ച് ഇവർ കുറ്റം വിധിച്ച് ഇവർ നിയമം നടപ്പാക്കിയവരെ മുഴുവൻ പൊതുനിരത്തിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദ്രൂസുകളെ ആക്രമിച്ചപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും, ഈ ദ്രൂസുകളെ നേരെ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടുകയാണ്, അവരെ ചാടാൻ നിർബന്ധിക്കുന്നു, അതോടൊപ്പം തന്നെ പിന്നിൽ നിന്ന് വെടിവെക്കുന്നു. ഇത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്തത്. നൈജീരിയയിൽ ബോക്കോ ഹറാം അവർ ശരീഅത്ത് നിയമം നടപ്പാക്കിയപ്പോൾ പരസ്യമായിട്ട് കൈയും കാലും വെട്ടുന്നത് നമുക്കതിൻ്റെ ദൃശ്യങ്ങളെ കാണാൻ കഴിയും. അതായത് ഇത് മുസ്ലിമിനും നോൺ മുസ്ലിമിനും വളരെ ഉപദ്രവകാരിയായ നിയമമാണ്. ഇതുപോലെ തന്നെ ഇറാനിലെ ശരീഅത്ത് നിയമപ്രകാരം ഈ വസ്ത്രധാരണത്തിലുള്ള ഹിജാബൊക്കെ ധരിക്കുന്നതിനുള്ള എന്തെങ്കിലും പാകപ്പിഴകളുടെ പേരിൽ അടക്കം വധശിക്ഷകൾ നടപ്പാക്കുന്നു. താലിബാൻ ഇത് തന്നെ അവർ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയപ്പോൾ താലിബാൻ ശരീഅത്ത് നിയമപ്രകാരം അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത കാര്യങ്ങൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസിൽ കണ്ടത്. മതനിന്ദ ആരോപിച്ചു, എതിർ
വശങ്ങളിലുള്ള കൈയും കാലും വെട്ടുക, അതിനപ്പുറം കടന്നു കഴിഞ്ഞാൽ വധശിക്ഷ. ഈ കാര്യം തന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ PFIക്കാർ കൃത്യമായിട്ട് നടപ്പാക്കിയത്. അപ്പോൾ ശരീഅത്ത് നിയമം വളരെ നല്ല നിയമം എന്ന് പറയുമ്പോൾ അത് ആര് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. അത് തീവ്രവാദികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് ഇതിൻ്റെ കാഠിന്യം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ശരീഅത്ത് നിയമം തന്നെ പല മതപണ്ഡിതന്മാരും ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ശരീഅത്ത് നിയമം അതേപടി നടപ്പാക്കിയിട്ടില്ല. അതേപടി നടപ്പാക്കിയുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. അവരെല്ലാം അതിൽ വെള്ളം ചേർത്തിട്ടാണ് നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ഭീകരത നമുക്ക് അറിയാത്തത്. എന്നാൽ പോലും സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ ശരീഅത്ത് നിയമം കുറച്ചുകൂടി കഠിനമായിട്ട് നടപ്പാക്കിയ രാജ്യങ്ങളാണ്. ഇപ്പോൾ അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ കാഠിന്യം ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ UK സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞ് നടപ്പാക്കിയിട്ട് അവിടെ ബഹുഭാരിത്വം തൊട്ട് എല്ലാ കാര്യങ്ങളും ഏത് കാര്യത്തിലായാലും ഇസ്ലാമിക് ലോ അവരവിടെ നടപ്പാക്കുമ്പോൾ, ശരീഅത്ത് നിയമം അവിടെ നടപ്പാക്കുമ്പോൾ ഇനി ഞാൻ പറയുന്ന മറ്റു മതസ്ഥർ, ഇവരുടെ മതവിഭാഗം മാറട്ടെ, മറ്റു മതസ്ഥർക്ക് എന്ത് പറ്റുന്നു? ക്രിസ്ത്യാനികളെ ഇവർ ദിമ്മികളായിട്ടാണ് കണക്കൂട്ടുന്നത്. ദിമ്മി എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര മനോഹരമായ അർത്ഥമാണ്. വളരെ സംരക്ഷിതരായ ജനവിഭാഗം, വേദം കിട്ടിയ ജനങ്ങൾ, അവർ വളരെ സംരക്ഷിതരായ ജനവിഭാഗം എന്ന് പറയും. പക്ഷെ ദിമ്മി എന്ന് പറയുന്നത് തന്നെ രണ്ടാംകിട പൗരന്മാരാണ്. ദിമ്മികൾക്ക് ആ സമൂഹത്തിൽ അവർക്ക് അവകാശങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അവർക്ക് സംരക്ഷണമുണ്ട്. ജീവന് സംരക്ഷണമുണ്ട്, സ്വത്തിന് സംരക്ഷണമുണ്ട്. അതെപ്പോൾ? അത് ഇസ്ലാമിക നിയമങ്ങളുടെ ചട്ടക്കൂട്ടിൽ അവർ നിന്ന് ജീവിക്കാൻ അവർ വില്ലിങ് ആയ മാത്രം അവർക്ക് സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തിന് അവർ കൊടുക്കേണ്ടതാണ് ഈ ജിസിയ. അവർ ടാക്സ് കൊടുത്തിട്ട് ഈ സംരക്ഷണം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ജീവിച്ചു പോകണം. ഈ നിയമം നടപ്പാക്കിയതാണ് ഈ പശ്ചിമേഷ്യയിൽ ക്രിസ്ത്യാനിറ്റി. ഒരു കാലത്ത് ക്രിസ്ത്യാനികളുണ്ടായിരുന്ന പശ്ചിമേഷ്യയിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതായത്. ഈ നിയമം ഇസ്ലാമിക് സ്റ്റേറ്റ് നടപ്പാക്കിയപ്പോഴാണ്. അവർ കൊടുത്ത 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ പോലും, ഈ ദിമ്മി എന്നുള്ള സ്റ്റാറ്റസ് പോലും സ്വീകരിക്കാൻ ജനത്തിന് പറ്റാത്ത രീതിയിൽ. കാരണം വലിയ ടാക്സാണ്, ക്രൂരമായ ഭരണമാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ വിട്ടു പോകേണ്ടി വന്നു, ബാക്കിയുള്ളവർ കൊല ചെയ്യപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെയുള്ള നിയമങ്ങൾ ഏറ്റക്കുറച്ചിലുകളോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവർ ഇപ്പോൾ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ശരീഅത്ത് നിയമം എങ്ങനെയും നടപ്പാക്കി തീരും. ഇത് മനസ്സിലാക്കിയപ്പോൾ ഇത് ഒരു വലിയൊരു ശല്യമായി മാറിയപ്പോഴാണ് ഇപ്പോൾ UK റിഫോം പാർട്ടി ക്ലച്ച് പിടിച്ചിരിക്കുന്നത്. അടുത്തൊരു ഇലക്ഷനോട് കൂടിയിട്ട് അവർ ഭരണത്തിൽ കയറുമെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും അവർ ഈ കുടിയേറ്റക്കാർക്കെതിരായി മാറിയതിൻ്റെ പ്രധാന കാരണം ഇവർ ആ സംസ്കാരത്തോട് ചേരാതെ നിന്നു എന്നത് മാത്രമല്ല, ഇവരുടെ സംസ്കാരം യൂറോപ്യൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ ഒരു ആത്യന്തിക അജണ്ടയുമായ ഒരു ഇസ്ലാമിക ലോകം പടുത്തുയർത്താനും ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രതിഷേധം യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല യൂറോപ്പിന് മാനസാന്തരം വന്നിട്ടാണെന്ന് തോന്നുന്നില്ല. യൂറോപ്പ് ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ, യൂറോപ്പ് ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ അവരുടെ ചെറുത്തുനിൽപ്പ് ഫലം ചെയ്യും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ യൂറോപ്പ് വീണ്ടും ഒരു കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കായിരിക്കും കടന്നു പോകുന്നത്. അവിടെ ഈ കുടിയേറ്റക്കാരായിട്ടും തദ്ദേശീയരായിട്ടുള്ള കലാപങ്ങൾ വർദ്ധിക്കും. അവിടെ ചേരിതിരിവുണ്ടാവും, ലെഫ്റ്റ് റൈറ്റ് വിഭജനങ്ങളുണ്ടാവും. ഒടുവിൽ യൂറോപ്പ് ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ, നേരത്തെ റോബിൻ സൂചിപ്പിച്ച പോലെ യൂറോപ്പിനെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിവേഗത്തിൽ തന്നെ യൂറോപ്പിനെ പിടിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ജനതയോട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, അവർ യേശുവിനെ തിരിച്ചറിയുക, ക്രൈസ്തവികതയിലേക്ക് തിരിച്ചു വരിക. ഫാർ റൈറ്റിലേക്കല്ല, ക്രൈസ്തവികതയിലേക്ക് തിരിച്ചു വന്ന് യൂറോപ്പിനെ അവർ തിരിച്ചു പിടിക്കണം. ഓക്കെ, അത് കറക്റ്റാണ്. ഞാൻ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഒരു 2 ഇരട്ടത്താപ്പുകളൊന്ന് പങ്കുവച്ചിട്ട് കൺക്ലൂഷനിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഈ 1960-കൾ അല്ലെങ്കിൽ 70-കൾ മുതലാണ് ഗൾഫിലേക്ക് വലിയ രീതിയിലുള്ള കുടിയേറ്റം ആരംഭിച്ചത്. ഗൾഫിലേക്ക് പോകുന്നവരിൽ മുസ്ലിം മതവിശ്വാസികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവരുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ എത്ര ഇതര മതസ്ഥരുടെ അല്ലെങ്കിൽ മുസ്ലിം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഗൾഫിലുണ്ട്, ഇന്ന് എത്ര എണ്ണമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അതേസമയം ഈ യൂറോപ്പിലേക്ക് ഇവരുടെ ഇമിഗ്രേഷൻ ആരംഭിച്ച ഒരു 2015 ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UK തന്നെ എടുക്കാം, അവിടെ എത്ര മുസ്ലിം ആരാധനാലയങ്ങളുണ്ട്, ഇപ്പോൾ എത്ര ആരാധനാലയങ്ങളുണ്ട്, അത് ആ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഇമിഗ്രേഷന് പിന്നിൽ ഒരു മതപരമായിട്ടുള്ള ഒരു അധിനിവേശത്തിൻ്റെ ഒരു ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് പലരും പങ്കുവയ്ക്കാറുണ്ട്, ഒരു ക്രൈസ്തവ ദേവാലയം ആരംഭിക്കാൻ അല്ലെങ്കിൽ മറ്റ് ഹൈന്ദവരുടെ അത്തരത്തിലുള്ള ആരാധനാലയമൊക്കെ തുടങ്ങാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിന് പെർമിഷൻ കിട്ടത്തേ ഇല്ല. അതേസമയം യൂറോപ്പിൽ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ട്രംപ് മെക്സിക്കൻ അതിർത്തിയിൽ ഈ വലിയ മതിലുകളൊക്കെ കെട്ടുന്ന ആ ഒരു സമയത്ത് ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. നമ്മൾ ഈ ഈജിപ്റ്റ്, ഈ ഗാസയുമായിട്ട് അതിർത്തി പങ്കിടുന്ന റാഫ അതിർത്തിയിൽ അവരുടെ ആ ഒരു മതിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ട്രംപിനെ കുറ്റം പറയുന്ന ഒരു ഇരട്ടത്താപ്പ് നമുക്ക്
കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഗാസയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന പല കൂട്ടരും, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെയൊക്കെ ഒരു പോളിസി നമ്മൾ നോക്കുമ്പോൾ ഒരൊറ്റ ഗാസ നിവാസികളെ പോലും അങ്ങോട്ട് ആ മണ്ണിലേക്ക് അവർ അടുപ്പിക്കത്തില്ല. വളരെ ശക്തമായിട്ട് സുശക്തമായിട്ടുള്ളൊരു ബോർഡറാണ് അവരവിടെ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ട്രംപ് ഒരു പ്രപ്പോസൽ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. അത് ഗാസേനെ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കെങ്കിലും, ഒരു ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു, തൽക്കാലത്തേക്കെങ്കിലും ഈ ഗാസ നിവാസികളെ ചില ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് മാറ്റുക, ഗാസ ഒന്ന് സെറ്റായതിനു ശേഷം അവരെ തിരികെ കൊണ്ടുവരാം എന്നൊരു പ്രപ്പോസൽ വെച്ചപ്പോൾ ഒരാൾക്കും ഈ ഗാസയിലെ പൗരന്മാരെ വേണ്ട. അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഇരട്ടത്താപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇറാൻ ഏകദേശം ലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ച് അഫ്ഗാനിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു കാഴ്ച. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ഈ വിഷയങ്ങളിൽ അവരുടെ ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ യൂറോപ്പിന് സംഭവിച്ചത് ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് വലിയൊരു പാഠം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ചരിത്രത്തിലെ പല കാര്യങ്ങളും ഇങ്ങ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ജനസംഖ്യാപരമായിട്ടുള്ള പല കാര്യങ്ങൾ, ഒരു സമുദായബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ആത്മീയമായിട്ടുള്ള ഒരു മന്ദത, ഒരു നിസ്സംഗത. മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ്. ആ യൂറോപ്പിൻ്റെ ഒരു തകർച്ച ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും യൂറോപ്യൻ സഭയെ അല്ലെങ്കിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയെ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും അവർ തളയ്ക്കപ്പെട്ടു പോകുന്ന പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാം. സമാനമായിട്ടുള്ള സാഹചര്യം നമുക്ക് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ളിലും നമുക്ക് കാണാൻ സാധിക്കും. സമുദായത്തെ ശക്തിപ്പെടുത്തേണ്ട പല ഘട്ടങ്ങളിലും സമുദായത്തിൻ്റെ എനർജിയും ശക്തിയും ഊർജ്ജവും ഒക്കെ ഇൻറ്റേർണലായിട്ടുള്ള പല വിഷയങ്ങളിലും ഇങ്ങനെ ചിതറിപ്പോകുന്നു. ആ ഒരു അവസ്ഥ മുതലെടുത്ത് ആ ഒരു ഗ്യാപ്പിൽ പല അധിനിവേശ ശക്തികളും കയറി വരുന്നു. നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരിൽ വളരെ ഭൂരിപക്ഷം പേരും ഈ ക്രൈസ്തവ സമുദായങ്ങളാണ്. കേരളത്തിലെ അവരുടെ വസ്തുവകകൾ പലരും ഗത്യന്തരമില്ലാതെ അത് വിൽക്കുന്നു. അത് ആരുടെ കൈകളിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിബേറ്റിൽ നമ്മൾ കൊടുത്തൊരു ക്യാപ്ഷൻ ഇതായിരുന്നു, അധിനിവേശം അടുത്ത ഒരു ഘട്ടത്തിൽ. അപ്പോൾ വളരെ വ്യക്തമാണ് യൂറോപ്പിൻ്റെ ഒരു 40 വർഷത്തെ ഒരു ചരിത്രം. ആ കാലയളവിൽ യൂറോപ്യൻ സഭയ്ക്ക്, യൂറോപ്പിലെ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ച ആ ദുരവസ്ഥയുടെ ചില പ്രതിഫലനങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നമ്മളത് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക, ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് യൂറോപ്പും ഒപ്പം കേരളവും കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും കടന്നു പോകുന്നത്. ജോർജ്, നമ്മൾ ഈ പരിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. സാത്താൻ തന്ത്രശാലിയാണ്, ചതിയനാണ്, വഞ്ചകനാണ്. ഇത് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയാലും ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും, പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സമയത്തായിരിക്കും നമ്മളത് തിരിച്ചറിയാം. പക്ഷേ സാത്താൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാതെ പോയതാണ്. അതായത് യൂറോപ്പിനെ കുറിച്ച് സാത്താന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ യൂറോപ്പിന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി അതിൻ്റെ തുടക്കത്തിൽ. ഇതേപോലെ തന്നെ ജോർജ് സൂചിപ്പിച്ച നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ക്രൈസ്തവ സഭകളെക്കുറിച്ചിട്ടും സാത്താന് വലിയൊരു തന്ത്രമുണ്ട്. കാരണം ഈ സഭയിൽ നിന്നാണ് കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായിട്ട് യൂറോപ്പിൻ്റെ അടക്കം റിവൈവലിന് വേണ്ടിയുള്ള ഊർജ്ജം വന്നത്. യൂറോപ്പിൻ്റെ റിവൈവലിന് വേണ്ടിയുള്ള ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലോകരാജ്യങ്ങളിലേക്ക് പടർന്നത് ഈ സഭയിൽ നിന്നാണ്. 90കളുടെയൊക്കെ കാലഘട്ടത്തിൽ എത്രത്തോളം ശക്തമായിട്ടാണ് നമ്മുടെ ഈ സഭയെ ദൈവം വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അന്നേ ഒരാൾ ഈ സഭയെ നോട്ടമിട്ടിട്ടുണ്ട്. നമ്മൾ വ്യക്തികളിലേക്ക് നോക്കണ്ട, നമ്മൾ പ്രസ്ഥാനങ്ങളിലേക്ക് നോക്കണ്ട, നമ്മൾ ചില തീവ്രവാദികളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ സാത്താൻ നമ്മളെ നോട്ടമിട്ടുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം നമ്മുടെ സഭയമേൽ പതിഞ്ഞപ്പോൾ നമ്മൾ കർത്താവിനോട് കൂടുതൽ വിശ്വസ്തരാകുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ കൂടുതൽ കർത്താവിനോട് ഒട്ടിച്ചേരായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? കൊച്ചു കാര്യങ്ങളുടെ പേരിൽ പോലും വിഭാഗീയത, ഭിന്നത, സഭകൾ തമ്മിൽ അകൽച്ച, സഭയ്ക്കുള്ളിൽ അകൽച്ച, അതിൽ പലതിൻ്റെയും പിന്നിൽ ഈഗോ, അതിൻ്റെ പലതിൻ്റെ പിന്നിൽ ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ സഭയെ തകർത്തിട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സഭയുടെ ശക്തി ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ, കേരള സഭയുടെ ശക്തി ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അവൻ്റെ തന്ത്രങ്ങൾ, സാത്താൻ്റെ തന്ത്രങ്ങൾ വളരെ സിമ്പിളാണ്. അതായത് പ്രതിരോധമില്ലാത്തൊരു സംവിധാനം, കോട്ടകളില്ലാത്തൊരു നഗരം, ആ നഗരത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും ഇരച്ചു കയറി അവർക്ക് വേണ്ടതെല്ലാം കൈവശപ്പെടുത്താം. അതുപോലെ തന്നെ ആ നാട് മുഴുവനും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. യൂറോപ്പ് എന്ന് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുവോ അന്ന് യൂറോപ്പിൻ്റെ പതനം ആരംഭിച്ചു. തീർച്ചയായിട്ടും ചില നല്ല സൂചനകൾ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരുന്ന ആ അധിനിവേശ ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ ആട്ടി ഓടിക്കുവാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശക്തവും
വ്യക്തവുമായിട്ടുള്ള പല നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് ആശാസ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു ശുഭ സൂചന തന്നെയാണ്. പക്ഷേ ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടിയിരിക്കുന്നു. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത് അധിനിവേശ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ കൊതിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു ഭൂഖണ്ഡമാണ്. അതിനാൽ ഏത് വിധേനയും അവിടെ അധിനിവേശം നടത്തുവാൻ അവർ അതിന് ഒരുമ്പിട്ടിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെ എല്ലാ തരത്തിലുള്ള ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല യൂറോപ്പിന് സംഭവിച്ച ആ ദുരവസ്ഥ അത് കേരളത്തിലെ ക്രൈസ്തവ സമുദായവും ക്രൈസ്തവ സമൂഹവും ഒരു പാഠമാക്കേണ്ടിയിരിക്കുന്നു. കാരണം സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും തിരുത്തേണ്ട പല കാര്യങ്ങളും തിരുത്തേണ്ടിയിരിക്കുന്നു. ജാഗ്രത പുലർത്തേണ്ട മേഖലകളിൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. മുന്നറിയിപ്പുകളെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൗരവത്തോടെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ആ ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.